ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഞാൻ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനിൽ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരുക്കം കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. പിന്നെ 8 മണിയായി, മോള് മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നത്, മോൾ എന്ത് ഡ്രസ്സ് ഇടുന്നത്, എങ്ങനെ ഇടുന്നതെല്ലാം നമുക്കൊന്ന് കാണാം. പിന്നെ ഞങ്ങളെ മെഹന്തിയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഹന്തിൻ്റെ കുറിച്ച് പറയാൻ കാരണം ഞാൻ ഫസ്റ്റ് ടൈം വെച്ചത് കൊണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യം പോവാം. അപ്പോൾ എൻ്റെ ഡ്രസ്സാണിത്. എൻ്റെ മോളെ ഡ്രസ്സ് അയനിങ് ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഷർട്ടും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ് ഈ ഒരു പർപ്പിൾ കളർ. ഇതിൽ കാണുമ്പോൾ പർപ്പിളായി കാണുന്നില്ല, എന്തോ ഒരു കളറായിട്ട് കാണുന്നു. എനിക്കിത് ബ്ലൂ ആയി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒന്ന് കാണിക്കാം എൻ്റെ ഡ്രസ്സ്. കാരണം ഞാൻ പറതിടുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണില്ല. അപ്പോൾ ഇത് മോളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കാണിക്കട്ടെ. അപ്പോൾ ഇത് ഈ കളറാണ് നമുക്ക് ഇടാൻ പോകുന്നത്. ഞാൻ എങ്ങനെയുണ്ട്, കൊള്ളാമല്ലോ. ഇന്ന് ചെത്തും ഞാൻ. അപ്പോൾ അത് ഞാനും മോളും സെയിം കളറാണ് കേട്ടോ. പിന്നെ മോളെ ഇങ്ങനെ മെഹന്തി വെച്ചിട്ടില്ലായിരുന്നു, ഉള്ളം കയ്യിൽ മാത്രം ഞാൻ മെഹന്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഉച്ച നേരത്തല്ലേ നമ്മൾ പെൺ കാണാൻ പോകാമെന്ന്. അപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ഉച്ച നേരത്താണ്. കാരണം ഞങ്ങൾ ആണിൻ്റെ സൈഡിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇവൾക്ക് മെഹന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ ഒരു ചോക്കലോ അങ്ങനെ മോൻ എല്ലാവർക്കും ഒരു ഹായ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. ഉച്ച ഒരു മണി 1:30 മണി കഴിഞ്ഞ്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കുഞ്ഞു വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ മോൾ എങ്ങനെയായിട്ടുണ്ട്, സൂപ്പറല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റീൽസ് എടുത്തു. മോളത് റീൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളത് കുറച്ച് റീൽസായി. മോന് ഇടയിൽ കൊളാക്കാൻ നോക്കി അതിൻ്റെ ഇടയിൽ. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറി. നല്ല മഴ ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് മൊത്തം ചെളിയായിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണാൻ പറ്റിയ റോഡ് ആകെ ചെളിയായിട്ടുള്ളത്. പിന്നീട് നമ്മൾ ചടങ്ങുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് എല്ലാവരും മണവാട്ടിക്ക് വേണ്ടിയ സാധനമൊക്കെ ഇങ്ങനെ നമ്മളൊരു ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ചടങ്ങ്. ഇതിപ്പോൾ ഒക്കെ ട്രെൻഡല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു തോന്നി. അല്ല, അങ്ങനെ ആക്കി. അങ്ങനെ ചജുവിൻ്റെ കയ്യിൽ കുറേ പിസ്ത ബാദാമൊക്കെയും, ആഫിൻ്റെ കയ്യിൽ നല്ല ഐഫോണും, പിന്നെ അജുൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് കയറി നമ്മൾ നല്ല മഴ കേട്ടോ, അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് മണവാട്ടിനെല്ലാം കണ്ടു. പിന്നെ കുറച്ച് ഉരുക്കിയിട്ട് ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയി. എന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതുവരെ വയറ്റിലൊന്നുമില്ല ഗായ്സ്, പട്ടിണിയായിരുന്നു. പക്ഷെ വിശന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, നല്ല ജോലി, എൻജോയ് ചെയ്തു. നമ്മൾ പെണ്ണ് കാണൽ ചടങ്ങ് അടിപൊളി എൻജോയ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ ഹസ്ബൻഡ് സോറി മറ്റേ നമ്മുടെ പുതിനാട്ടിക്ക് കൊടുത്തൊരു ബൊക്കയും പിടിച്ചിട്ട് ചജ്ജ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ എനിക്ക് വ്ളോഗ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ തിക്കും തിരക്കിലൊന്നും കഴിയുന്നില്ല. അപ്പോൾ കേക്ക് അവർ കട്ട് ചെയ്ത കേക്ക് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ നമ്മൾ അതിന് പിച്ച് ചീന്തി തിന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ മക്കളൊക്കെ ഡാൻസ് കളിക്കാൻ കഴിഞ്ഞ്. അപ്പോൾ രാത്രിയായിട്ട് നമ്മളൊരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. പുതിയാപ്പൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വന്നതുള്ളൂ. അയ്യോ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.